നമസ്കാരം. എല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനും വീണ വിജയന്റെ ഭർത്താവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസും ഇത്രയും നാളും കളമൊഴിഞ്ഞു നിന്നിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ അത്തരം ഒരു വ്യാജബോധം സൃഷ്ടിക്കുവാൻ ഇവർ മനഃപൂർവ്വം പണിയെടുത്തിരുന്നു. അത് ഏറെക്കുറെ ഫലിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ അനുയായികളായ അന്തം കമ്മികളിൽ അത്തരത്തിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുവാനും അവരെ കൊണ്ട് സമൂഹ മധ്യത്തിൽ ഇത് കേന്ദ്രവിരുദ്ധ നയങ്ങൾക്കെതിരെ നിൽക്കുന്ന സർക്കാരുകൾക്കെതിരെ എടുക്കുന്ന കടുത്ത നടപടിക്രമങ്ങളാണ്, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ വീണ വിജയൻ ഒരു കാരണവശാലും CMRL എന്ന കമ്പനിയിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയിട്ടില്ല എന്നുള്ള വാദങ്ങൾ തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് റിയാസും ഇതുവരെയും അണികളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്, വിശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കളി മാറുന്നു. കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ കീഴിലുള്ള ROC അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിച്ചു വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയുടെ ഇടപാടുകൾ. എന്നാൽ ഈ ROCയുടെ അന്വേഷണത്തിൽ കൃത്യമായ യാതൊരു വിവരവും വീണ വിജയനോ എക്സാലോജിക്കിനോ നൽകാൻ സാധിച്ചില്ല. തന്നെയുമല്ല, ഇവർ നൽകിയ വിവരങ്ങളെല്ലാം അപര്യാപ്തമായിരുന്നു, തൃപ്തികരമായിരുന്നില്ല. ഇതിനിടയിലാണ് മാസപ്പടി വിവാദം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തിടെ BJPയിലേക്ക് വന്ന ഷോൺ ജോർജ് ഒരു ഹർജിയുമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമീപിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും ഈ കേസിന് ഒരു ഉത്തരവുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വന്നു. പല പ്രമുഖരെയും ജയിലിൽ കിടത്തിയിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ ഏജൻസിയുടെ ഏറ്റവും മുതിർന്ന ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയാവുന്ന വിശേഷിപ്പിക്കാവുന്ന അരുൺ പ്രസാദിന്റെ കീഴിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ 6 അംഗ സംഘമാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘമായി രൂപീകൃതമായിരിക്കുന്നത്. അവർ ആദ്യം എത്തിയത് കൊച്ചിയിലെ ഇൻകം ടാക്സ് ഓഫീസിൽ തന്നെയാണ്. അവിടെ നിന്നും CMRLന്റെ മറ്റു കക്ഷികളും തമ്മിൽ നടത്തിയിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, അതിന്റെ രേഖകൾ അവർ കരസ്ഥമാക്കി. ഇതിൽ വീണ വിജയനും കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കും സാംസ്കാരിക പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കുമെല്ലാം കരിമണൽ ഖനന കമ്പനി ഉടമയായ CMRLന്റെ ഓണർ കൂടിയായ ശശിധരൻ കർത്ത നൽകിയിരിക്കുന്ന പണത്തിന്റെ കണക്കുകളെല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കൊച്ചി ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിൽ നിന്നും കരസ്ഥമാക്കിയ രേഖകൾ, അതായത് 2013 മുതൽ CMRL എന്ന കമ്പനി നടത്തിയിട്ടുള്ള ആദായ നികുതി വകുപ്പിൽ നിന്നും ലഭിച്ച രേഖകളുമായി തന്നെയാണ് പിന്നീട് SFIO CMRLന്റെ ആലുവയിലുള്ള കോർപ്പറേറ്റ് ഓഫീസിലേക്ക് എത്തുന്നത്. CMRLന്റെ ആലുവയിലുള്ള കോർപ്പറേറ്റ് ഓഫീസ് തുടർച്ചയായ 2 ദിവസത്തെ റെയ്ഡിന് ശേഷം വിലപ്പെട്ട പല രേഖകളും പിടിച്ചെടുത്ത SFIO പിന്നീട് എത്തുന്നത് KSIDC എന്ന സർക്കാർ വ്യാവസായിക വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനത്തിലേക്ക് തന്നെയാണ്. KSIDCക്ക് CMRLൽ ഏതാണ്ട് 13% ഓഹരി ഉണ്ട് എന്നുള്ളതിനാൽ തന്നെയാണ് KSIDCയിലേക്കും SFIO അന്വേഷണത്തിന് വേണ്ടിയിട്ട് എത്തിയത്. എന്നാൽ SFIO KSIDCയിൽ നടക്കുന്ന ഈ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ CS വൈദ്യനാഥനെ തന്നെ ഇറക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൈക്കോടതിയിൽ സ്റ്റേ കൊടുക്കാൻ ശ്രമിക്കുന്നു. സ്റ്റേ പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരസിക്കുന്നു. ഈ സാഹചര്യത്തിൽ വീണ വിജയനിലേക്കും എക്സാലോജിക്കിലേക്കും SFIOയുടെ അന്വേഷണം എത്തും എന്ന് കണ്ട പിണറായി വിജയൻ അതിവിദഗ്ധമായി തന്നെ ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയന്റെ പേരിൽ ഒരു സ്റ്റേ ഹർജി കൊടുത്തിരിക്കുന്നു. അതായത് വീണ വിജയനും വീണ വിജയന്റെ എക്സാലോജിക്കും എന്നുള്ള കമ്പനിക്ക് എതിരെ SFIO നടത്തുന്ന ഈ അന്വേഷണം ഏത് വിധേനയും നിർത്തിവെക്കണം എന്നുള്ള ആവശ്യമാണ് ഹർജിയിൽ സമർപ്പിച്ചിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയിൽ. എന്നാൽ കർണാടക ഹൈക്കോടതിയിൽ ഈ ഹർജി സമർപ്പിച്ചതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഗുണപരമായ മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. തത്വത്തിൽ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കർണാടക ബംഗളൂരുവിലാണെന്നുണ്ടെങ്കിലും കേരളത്തിലാണ് വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി മാസപ്പടി വാങ്ങിയ CMRL എന്ന കമ്പനി നിലനിൽക്കുന്നതും കേരളത്തിലാണ് രാഷ്ട്രീയമായി ഈ വിഷയം ചർച്ച ചെയ്യുക എന്നുള്ളതിനാൽ ഏറെ പ്രസക്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ കേസുമായി, അതായത് KSIDCയിലേക്ക് നടത്തുന്ന റെയ്ഡ് നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ കേരള ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഒരു സ്റ്റേ ഹർജി കൊടുക്കുകയുണ്ടായി. എന്നാൽ ഇതിന് കേരള ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായ ഒരു ഉത്തരവിന് വിരുദ്ധമായി
പിണറായി വിജയനോ എക്സാലോജിക്കിനോ പിണറായി വിജയനോ അനുകൂലമായി ഒരു മറുപടി കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ ചർച്ചയാവുന്നത്, അതായത് വീണ വിജയന്റെ മാസപ്പടി വിവാദം ചർച്ചയാവുന്നതും കത്തിപ്പടർന്നു നിൽക്കുന്നതും കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതി കൈക്കൊണ്ട ഒരു നിലപാടിനപ്പുറത്തേക്ക് കർണാടക ഹൈക്കോടതി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുവാനുള്ള സാധ്യത ഏതുമില്ല എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കേസുമായി ഉയർന്നു കേട്ട ആരോപണങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും തന്റെ കൈകൾ ശുദ്ധമാണ്, തന്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് തനിക്ക് ഇതിനെയൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല, തന്റെ മകളുടെയോ ഭാര്യയുടെ പേരിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ താൻ വിറച്ചു പോകും എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്, താൻ ഉള്ളാലെ ഒരു ചിരിയോടുകൂടി തന്നെയാണ് ഇതൊക്കെ കേൾക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മനസമാധാനമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മനസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് KSIDCയിൽ SFIO റെയ്ഡിന് വന്നു കഴിഞ്ഞപ്പോൾ അത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ CS വൈദ്യനാഥൻ ഒരു സിറ്റിംഗിന് 25 ലക്ഷം രൂപ വാങ്ങിക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഈ CS വൈദ്യനാഥൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ KSIDCക്ക് വേണ്ടി ആദ്യം ഒരു സ്റ്റേ ഹർജി കൊടുക്കുന്നു. ഇപ്പോൾ വീണ്ടും വീണ വിജയന് വേണ്ടി കർണാടക ഹൈക്കോടതിയിലും സ്റ്റേ ഹർജി കൊടുക്കുന്നു. എത്രത്തോളം വലിയ സാമ്പത്തിക ബാധ്യതയാണ് കേരള ഖജനാവിന് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്നുള്ളത് ആലോചിക്കണം. ഒരു സിറ്റിംഗിന് 25 ലക്ഷം രൂപ വാങ്ങിക്കുന്ന CS വൈദ്യനാഥൻ ഇപ്പോൾ 50 ലക്ഷം രൂപ ഓൾറെഡി വാങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് പരക്കെ കേൾക്കുന്ന വിമർശനങ്ങൾ. ഇത് സർക്കാരിന്റെ പണമാണ്, അതായത് സാധാരണ ജനങ്ങളുടെ നികുതി പണമാണ്. സാധാരണ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ തന്റെ മകളുടെ നിലനിൽപ്പിന് വേണ്ടി കേസ് നടത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ജനുവരി 31 മാത്രമാണ് SFIO അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിനിടയിൽ തന്നെ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘം രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് ദ്രുതഗതിയിൽ നടന്ന നടപടിക്രമങ്ങൾ തന്നെയാണ്. അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അവർ കൊച്ചിയിലെത്തുന്നു, ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിൽ നിന്ന് രേഖകൾ ശേഖരിക്കുന്നു, അതിനുശേഷം CMRൽ എത്തുന്നു, അടുത്ത ദിവസം KSIDCയിലേക്ക് എത്തുന്നു. തുടർന്ന് ഇവർ വീണ വിജയനിലേക്ക് ഒട്ടും വൈകാതെ എത്തും എന്ന് കണ്ട്, അതായത് SFIOയുടെ നടപടിക്രമങ്ങൾ അതിവേഗത്തിലാണ് എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയന്റെയും വീണ വിജയന്റെയും നീക്കങ്ങളും അതിവേഗത്തിൽ തന്നെയായിരുന്നു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ CS വൈദ്യനാഥനെ രാത്രിക്ക് രാത്രി വിളിച്ചു വരുത്തി തന്നെയാണ് ഇത്തരം കേസുകൾ പുട്ടപ്പ് ചെയ്തതും പിറ്റേ ദിവസം കേരള ഹൈക്കോടതിയിൽ ഹർജി പോയത്, അതിനടുത്ത ദിവസം കർണാടക ഹൈക്കോടതിയിലേക്കും ഹർജി പോയത്. അതായത് SFIO ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ദ്രുതഗതിയിൽ മകളെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി വീണ വിജയൻ കരുക്കൾ നീക്കുന്നു എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്നാൽ യാതൊരു സ്വാധീനങ്ങൾക്കും വഴങ്ങാത്ത SFIO ഉദ്യോഗസ്ഥരെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ പറ്റില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതികളിലേക്ക് പിണറായി വിജയൻ തന്റെ മകളെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി ഹർജിയുമായി പോയിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും SFIO അന്വേഷിക്കുന്നത് തീർത്തും ഇവരുടെ കള്ളപ്പണ ഇടപാടുകളല്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വസ്തുത. അതായത് ഏതൊക്കെ തരത്തിൽ എവിടെ നിന്ന് പണം വന്നു, ഈ പണം നിയമപരമായാണോ വാങ്ങിച്ചിരിക്കുന്നത്, നിയമപരമായാണോ ചിലവഴിച്ചിരിക്കുന്നത്, ഇതിനെല്ലാം കൃത്യമായ GST അടച്ചിട്ടുണ്ടോ, വാങ്ങിയ പണത്തിന് ഏത് തരത്തിലുള്ള സേവനങ്ങളാണ് ചെയ്തിരിക്കുന്നത്, അതിൽ എത്ര പേരാണ് സംബന്ധിച്ചിരിക്കുന്നത്, ഇവർക്കൊക്കെ എത്ര വേതനം കൊടുത്തിട്ടുണ്ട്, ഇതിനെല്ലാം കൃത്യമായ ബില്ലുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് ഇവരുടെ അന്വേഷണ പരിധി വരുന്നത്. അതുകൊണ്ട് തന്നെ വീണ വിജയൻ പെട്ടു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. CMRൽ നിന്ന് 55 ലക്ഷം രൂപയാണ് വീണ വിജയന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ബാക്കി തുക എത്തിയിരിക്കുന്നത് എക്സാലോജിക്കിലാണ്. എക്സാലോജിക്കും വീണ വിജയനും എന്ത് തരത്തിലുള്ള വേറെയുള്ള സേവനമാണ് CMRൽ നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഇവർ വ്യക്തമാക്കേണ്ടതായി വരും. എക്സാലോജിക് എന്ന കമ്പനിയുടെ, എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ ഏത് തരത്തിലുള്ള സേവനമാണ് CMRL എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് ഇവർ വ്യക്തമാക്കണം. ഒപ്പം തന്നെ വീണ വിജയൻ പണം വാങ്ങിയിരിക്കുന്നത് എന്ത് സേവനത്തിനാണ് എന്നുള്ളതും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ നിയമവൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് വീണ വിജയൻ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു. ഇതിന് കൃത്യമായ രേഖകളൊന്നും തന്നെ വീണ വിജയന് നൽകാൻ സാധിക്കില്ല. അഥവാ ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ അവർ കാണിക്കുകയാണെങ്കിൽ അത് സോഫ്റ്റ്വെയർ സേവനങ്ങൾ തന്നെയാണ്. അത് നിർമ്മിക്കപ്പെട്ടത് എവിടെയാണ്, അതിൽ വീണ വിജയന്റെ കമ്പനിയുടെ പങ്ക് ഏതാണ്, എവിടെ നിന്ന് വാങ്ങി എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി അതും കാണിക്കേണ്ടതായി വരും. ഇനി ഒറ്റയാൾ മാത്രമുള്ള ഈ കമ്പനിയിൽ ആരൊക്കെയാണ് CMRL സേവനം നൽകാൻ വേണ്ടി പോയത്, ഇവർ എത്ര പേരുണ്ടായിരുന്നു, ഇവർക്ക് ഏതൊക്കെ തരത്തിൽ ശമ്പളം കൊടുത്തിട്ടുണ്ട്, ഇവർ ഈ വാങ്ങിയ ശമ്പളത്തിന്
വകുപ്പിന് GST അടച്ചിട്ടുണ്ടോ? ആദായ നികുതി വകുപ്പിൽ ഇവർ കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ? അവരുടെ, അതായത് വീണ വിജയന്റെ സ്റ്റാഫ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക വരുമാനങ്ങളും അതേ തുടർന്നുള്ള വരവ് ചെലവുകളും കൃത്യമാണോ എന്നുള്ളതും SFIO പരിശോധിക്കും. അതായത് ഫലത്തിൽ വീണ വിജയൻ അടപടലം പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏത് തരത്തിലുള്ള നീക്കം നടത്തിയാലും വീണ വിജയനെ SFIO ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതായത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും KSIDCക്ക് ഉണ്ടായ ഒരു വിധിയെ അല്ലെങ്കിൽ ഒരു ഉത്തരവിനെ മറികടന്നുകൊണ്ട് ആ പശ്ചാത്തലം കൂടി പരിശോധിക്കാതെ ഒരു കാരണവശാലും കർണാടക ഹൈക്കോടതി വീണ വിജയന് അനുകൂലമായി ഒരു തീരുമാനം കൈക്കൊള്ളും എന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് നിയമവൃത്തങ്ങൾ സൂചിക്കുമ്പോൾ തന്നെ ഈ അന്വേഷണം, SFIOയുടെ അന്വേഷണം വീണ വിജയനിലേക്ക് എത്തുന്നു. വീണ വിജയനെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായ രീതിയിൽ SFIO ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അവരാവശ്യപ്പെടുന്ന രേഖകളും വീണ വിജയന് സമർപ്പിക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുവാനും ജയിലിലേക്ക് പോകുവാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ അടിവരയിട്ട് സൂചിപ്പിക്കുന്നത്. കാരണം ഈ കേസിൽ മറ്റാരെയെങ്കിലും സ്വാധീനിച്ച് രക്ഷപ്പെടുവാൻ പിണറായി വിജയന് സാധിക്കില്ല, മകളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വീണ വിജയൻ ഇക്കാര്യത്തിൽ കുറ്റക്കാരിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ KSIDC സർക്കാർ സ്ഥാപനം ആണ് എന്നുള്ളതിനാൽ അതിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്കും ഇതിലെല്ലാം പങ്കുണ്ട് എന്നുള്ളത് തെളിയും. അതായത് KSIDCക്ക് CMRL 13% ഓഹരിയാണുള്ളത്. 1 കോടി രൂപയുടെ ഓഹരി. ഈ 1 കോടി രൂപയുടെ ഓഹരിയിൽ ഏതാണ്ട് 50 ലക്ഷം രൂപ ഇപ്പോൾ CS വൈദ്യനാഥൻ എന്ന വക്കീലിന് നൽകിക്കഴിഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം SFIOയുടെ അന്വേഷണം വരുമ്പോൾ തീർച്ചയായും വീണ വിജയൻ പെടുകയാണെങ്കിൽ അത് മകളുടെ അച്ഛൻ എന്ന നിലയ്ക്കല്ല, മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം ഇടപാടുകൾ നടന്നിരിക്കുന്നത് എന്നുള്ളതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറുപടി പറയേണ്ടതായി വരും. ഇതിന് കൃത്യമായ രേഖകൾ മുഖ്യമന്ത്രിക്കും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും നിയമ നടപടികൾക്ക് വിധേയമാക്കുവാൻ SFIOക്ക് അധികാരമുണ്ട്. മുഖ്യമന്ത്രിയും ജയിലിൽ പോകേണ്ടതായി വരും എന്ന് തന്നെയാണ് വലിയ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടതാണ്, കാത്തിരുന്ന് കാണേണ്ടതാണ്. വീണ വിജയൻ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു. ഇവർ അറസ്റ്റിലാകും, ജയിലിലാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.